ഒരു ഗംഭീര അനുഭവം കേട്ടാലോ. നമസ്കാരം ശ്രീകാന്ത് സാർ. എൻ്റെ പേര് ഷാരി എന്നാണോ ശ്യാമി എന്നാണോ? ശ്യാമി. ഓക്കെ. ഞാൻ ദുബായിൽ വർക്ക് ചെയ്യണേ. കണ്ണൻ്റെ ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. വളരെ ചുരുക്കി എഴുതാൻ നോക്കാം സാർ. എൻ്റെ സെക്കൻഡ് മാരേജ് ആണ്. ഫസ്റ്റ് ഹസ്ബൻഡ് അറ്റാക്ക് വന്ന് മരിച്ചുപോയി. ഒരു മോളുണ്ട് കേട്ടോ. മോൾക്ക് ഇപ്പോൾ 13 വയസ്സ്. 3 വർഷം മുമ്പാണ് ഈ മാരേജ് കഴിഞ്ഞത്. ശേഷം ഞാനും മോളും കൂടി വിസിറ്റിംഗ് വിസ എടുത്ത് ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് ദുബായിൽ വന്നു. അധികം വൈകാതെ ഹസ്ബൻഡിൻ്റെ കമ്പനിയിൽ തന്നെ എനിക്ക് ജോബ് റെഡിയായി. എനിക്ക് കമ്പനി വിസ തന്നുട്ടോ. 3000 ദിർഹമായിരുന്നു അപ്പോൾ എനിക്ക് സാലറി. മോളെ ഇവിടെ പഠിപ്പിക്കണമെങ്കിൽ വിസ ശരിയാവണം. ഹസ്ബൻഡിന് ലീഗലി മോളെ സ്പോൺസർ ചെയ്യാൻ പറ്റില്ല. അന്വേഷിച്ചപ്പോൾ 4000-ന് മുകളിൽ സാലറി ഉള്ളവർക്കേ പറ്റുള്ളൂ. എനിക്ക് പറ്റില്ല മോളെ സ്പോൺസർ ചെയ്യാൻ. അവളെ നാട്ടിലാക്കി ഇവിടെ ജീവിക്കാൻ എനിക്ക് പറ്റില്ലായിരുന്നു സാർ. ഓർക്കാൻ പോലും പറ്റാത്ത കാര്യമാണത്. എല്ലാവരും പറഞ്ഞു വേറെ വഴിയില്ല, അവളെ നാട്ടിലാക്കേണ്ടി വരുമെന്ന്. ഞാൻ കണ്ണനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു കേട്ടോ. വിസിറ്റിംഗ് വിസ തീരുന്ന അവസാന ആഴ്ച, അവസാന ശ്രമം എന്ന വണ്ണം ഹ്യൂമാനിറ്റേറിയൻ എന്നൊരു ഓഫീസുണ്ട്. അവിടെ ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു. അവിടേക്ക് പോകുമ്പോൾ ടാക്സി ഡ്രൈവർ പല പ്രാവശ്യം പറഞ്ഞു പോയിട്ട് കാര്യമൊന്നുമില്ല, ഇവിടെ റൂൾ അനുസരിച്ച് എല്ലാം നടക്കൂ, ആരെയും കണ്ടിട്ട് കാര്യമില്ല. എന്നാലും ഞാൻ കണ്ണനോട് പ്രാർത്ഥിച്ചുട്ടോ. അങ്ങനെ ഓഫീസിലെത്തി. അവിടെ അന്വേഷിച്ചപ്പോൾ പറ്റില്ല, 4000 എബവ് സാലറി വേണമെന്ന് എൻക്വയറിയിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു. എങ്കിലും ഞാൻ ഓഫീസിൽ കയറി ചോദിക്കാൻ തീരുമാനിച്ചു. ആദ്യം ഇരിക്കുന്ന അറബിയോട് കാര്യം പറഞ്ഞപ്പോൾ ഏകദേശം 8000 ദിർഹം കെട്ടിവെക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ലാസ്റ്റ് കൗണ്ടറിൽ ആണ് ഞങ്ങൾ പോകേണ്ടത് എന്ന് പറഞ്ഞു. അവിടെ 2 അറബി സ്ത്രീകളായിരുന്നു ഇരിക്കുന്നത്. അവിടെ എത്തി അവരോട് കാര്യം പറഞ്ഞു. കരച്ചിൽ കൊണ്ട് എനിക്ക് പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരമ്മയ്ക്ക് മാത്രമല്ലേ സാർ ആ വേദന അറിയാൻ പറ്റൂ. അപ്പോൾ തന്നെ ആ മാഡം എവിടെ വർക്ക് ചെയ്യുന്നു എന്ന് ചോദിച്ചു. കരയാതെ ഇരിക്കുമോ എന്ന് പറഞ്ഞു. നിങ്ങൾ പോയിക്കോളൂ, 1 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് മൊബൈലിൽ നമ്പേഴ്സിൽ മെസ്സേജ് വരുമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു പറ്റില്ലേ എന്ന്. സ്പോൺസർ ചെയ്യാൻ പറ്റില്ലേ ഇവിടെ നിന്ന് ചോദിച്ചു. അവർ പറഞ്ഞു കേട്ടോ. അവർ പറഞ്ഞു ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അവളുടെ സ്പോൺസറായി എന്ന്. എല്ലാം 5 മിനിറ്റിൽ റെഡിയായി. ഞാൻ അവിടുന്ന് കണ്ണാ എന്നൊരു വിളി. അങ്ങനെ മോളിപ്പോൾ ഇവിടെ 7th ഗ്രേഡിൽ പഠിക്കുന്നു. അല്ലെങ്കിൽ എനിക്കും ഇവിടെ നിൽക്കാൻ പറ്റില്ലായിരുന്നു. കണ്ണൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം ഒരു ക്യാഷും കൊടുക്കേണ്ടി വന്നില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ കല്യാണം കഴിഞ്ഞ് 2 പ്രാവശ്യം പ്രഗ്നൻ്റ് ആയി സാർ. എന്നാൽ 2ാം പ്രാവശ്യവും 3ാം മാസം അബോഷനായി. ആ സമയം ഒരുപാട് വിഷമിച്ചു. കണ്ണനോട് പിണങ്ങി, വിളക്ക് വെക്കാതെയും പ്രാർത്ഥിക്കാതെയും ഒക്കെ നടന്നു കുറേ ദിവസം. പിന്നെ വിചാരിച്ചു കണ്ണൻ്റെ ലീലാവിലാസങ്ങളാവുമെന്ന്. അങ്ങനെ വീണ്ടും പ്രാർത്ഥനയും വിളക്ക് വെക്കലും എല്ലാം തുടർന്നു. ഹസ്ബൻഡും അമ്മയും തികഞ്ഞ ഗുരുവായൂർ കണ്ണൻ്റെ ഭക്തരാണ്. ഒരു മോന് ആദ്യ വിവാഹം. അദ്ദേഹം പഠിച്ചത് ഗുരുവായൂർ ദേവസ്വം സ്കൂളിലാണ്. അദ്ദേഹത്തിന് ഒരു കുട്ടിയെ കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ. എൻ്റെ മോളെ അവർ നോക്കുന്നുണ്ടല്ലോ. അതൊക്കെ ഓർത്ത് എനിക്ക് വിഷമം, കണ്ണനോട് ദേഷ്യവും എന്താ തോന്നിയതെന്ന് അറിയില്ല. അങ്ങനെ ഞാൻ 3ാമത്തെ പ്രാവശ്യം പ്രഗ്നൻ്റായി. ഇത്തവണ ഞാനൊന്നും പ്രാർത്ഥിച്ചില്ല, എന്തോ മനസ്സിൽ തോന്നിയില്ല. അങ്ങനെ ഇതറിയുന്ന ആ ഒരു രാത്രി ഉണ്ടല്ലോ, ഞാനൊരു സ്വപ്നം കാണുകയാണ്. ഗുരുവായൂർ അമ്പലത്തിൽ ഒരു 3-4 വയസ്സുള്ള ആൺകുട്ടി ഓടി വന്നു കണ്ണൻ്റെ വേഷം ധരിച്ച്. അപ്പോൾ അതാ നീലകണ്ഠ എന്ന് വിളിക്കുന്നു. നേരം വെളുത്തപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് സ്വപ്നം. അതെന്താ ഞാൻ അങ്ങനെ കണ്ടത് എന്ന്. ഗുരുവായൂരിൽ കണ്ണനല്ലേ, നീലകണ്ഠൻ ശിവനല്ലേ? അങ്ങനെ കുറേ ചിന്തകൾ. ഇനി കണ്ണനും ശിവനുമായിട്ട് എൻ്റെ കുട്ടികൾ ഒന്നും ആലോചിച്ചില്ല. ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് ട്വിൻസ് ആയിരിക്കുന്നു. പിറ്റേ ദിവസം സ്കാനിങ് ചെയ്ത് ഡോക്ടർ പറഞ്ഞു ഇത് ട്വിൻ പ്രഗ്നൻസിയാണ്. ട്വിൻ പ്രഗ്നൻസി ഇരിക്ക്. തമിഴ് ഡോക്ടറാണ്. സ്വപ്നമോ യാഥാർത്ഥ്യമോ? ഒരു നിമിഷം സ്തംഭിച്ചു പോയിട്ടോ. എന്താ പറയേണ്ടത് എന്നറിയില്ല. പിന്നെ ഡോക്ടർ പറഞ്ഞു അവർ ഡിഫറെൻ്റ് ജെൻഡർ ആയിരിക്കുമെന്ന്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അനോമലി സ്കാനിങ് ഡേ എത്തി. ജെൻഡർ ഇവിടെ നേരത്തെ പറയുമല്ലോ. അവിടുന്ന് സ്കാനിങ് ചെയ്യുമ്പോൾ ഡോക്ടർ പറഞ്ഞു 2 ആൺപിള്ളേരാട്ടോ. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല സാർ. അങ്ങനെ ജൂൺ 17 പുണർദം നക്ഷത്രത്തിൽ അവർ 2 പേരും ഇങ്ങ് വന്നു. മറ്റൊന്നും ആലോചിക്കാതെ തന്നെ ഞങ്ങൾ അവർക്ക് പേരിട്ടു നീൽകണ്ഠഹരി, നീൽകൃഷ്ണ ഹരി. അവരുടെ അച്ഛൻ്റെ പേര് ഹരീന്ദ്രൻ. ഓപ്പറേഷൻ ചെയ്യുമ്പോൾ എൻ്റെ മുൻപിൽ കണ്ണൻ്റെ ചതുർബാഹു രൂപം വന്നു നിന്നത് ഓർക്കുമ്പോൾ കുളിര് കോരുന്നു. എല്ലാം കണ്ണൻ്റെ മായകൾ. 2 കുട്ടികൾ പോയപ്പോൾ 2 പേരെ ഒരുമിച്ച് തന്നു. അവർക്കിപ്പോൾ 40 ദിവസമായി. കുറച്ചുകൂടി നേരത്തെ അനുഭവം പറയണമെന്ന് വിചാരിച്ചതാണ്. കണ്ണാ, എന്താ കഥ? ഈ ഒരവസ്ഥയിൽ അനുഭവം അയച്ചു തരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും മനോഹരം. എനിക്ക് ആദ്യത്തെ കാര്യവും നിങ്ങൾ കേട്ടില്ലേ, ഒരമ്മയ്ക്ക് അമ്മയുടെ വിഷമം മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറഞ്ഞത് മാതിരി അറബി ഒരു സ്ത്രീ ആയിരുന്നു അല്ലേ, അവർക്കത് മനസ്സിലായി. എന്താ പറയേണ്ടത്? ഒന്നും പറയാനില്ല. നിങ്ങളുടെയൊക്കെ അനുഭവം ജീവിതമാണ് നിങ്ങളോട് പറയുന്നത്. കണ്ണന് സമർപ്പിക്കുകയാണ് നിങ്ങളുടെയൊക്കെ സ്നേഹം.
ഒന്നും പറയാനില്ല. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ആവുക, എന്നിട്ട് മാത്രം അനുഭവങ്ങൾ അയക്കുക കേട്ടോ. എങ്കിലേ ഒരു 7 ദിവസം കൊണ്ടെങ്കിലും പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു 2 മാസമൊക്കെ സമയമെടുക്കും. ഹരേ കൃഷ്ണ.